പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. 2 തിമോഥെയോസ് 4 അധ്യായം 17 വാക്യം. കർത്താവ് എനിക്ക് തുണ നിന്നു, പ്രസംഗം എന്നെക്കൊണ്ട് നിവർത്തിപ്പാനും സകല ജാതികളും കേൾപ്പാനും എന്നെ ശക്തീകരിച്ചു. അങ്ങനെ ഞാൻ സിംഹത്തിൻ്റെ വായിൽ നിന്ന് രക്ഷ പ്രാപിച്ചു. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ഇന്ന് പകൽക്കാലവും നമ്മെ ഉപയോഗിക്കുവാൻ മതിയായ ദൈവമത്രേ. നമ്മെ വിളിച്ച വിളിക്ക് അനുസൃതമായി, ദൈവത്തിൻ്റെ പദ്ധതിക്ക് അനുയോജ്യമായി നമ്മെ എല്ലാ കാലത്തും ഉപയോഗിക്കും. നമ്മുടെ ദൈവം നമ്മെ നിന്ന വിഷയമായി തള്ളിക്കളയത്തില്ല. തൻ്റെ മഹത്വം നമ്മിലൂടെ വെളിപ്പെടും. അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിനോട് പറയുന്നു, തൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ പലപ്പോഴും തനിക്ക് സഹായം എന്ന് പ്രതീക്ഷിച്ച പലരും തന്നെ കൈവിട്ടുപോയി, തന്നെ ഉപേക്ഷിച്ചു. തൻ്റെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളിൽ അവർ തന്നെ വിട്ടുപോയി എന്ന് തൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ ഹല്ലേലൂയ തിമോഥെയോസിന് എഴുതിയ ലേഖനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഹല്ലേലൂയ. പലപ്പോഴും നാമും പലരിലും ആശ്രയിച്ചിട്ടുണ്ട്. പലരും നമ്മെ സഹായിക്കുമെന്ന്, നമുക്ക് തുട നിൽക്കുമെന്ന് നാം വിചാരിച്ചപ്പോൾ ജീവിതത്തിൽ അപ്പോസ്തലൻ പറഞ്ഞ അതേ കാര്യം നമ്മുടെ ജീവിതത്തിലും ഹല്ലേലൂയ പ്രാവർത്തികമത്രേ. നമ്മുടെ ജീവിതത്തിലും അതങ്ങനെ തന്നെ ഒരുപക്ഷെ സംഭവിച്ചു കാണും. ഹല്ലേലൂയ. നമുക്കും ഇന്ന് രാവിലെ ധൈര്യത്തോടെ വിളിച്ചു പറയാം, ആരൊക്കെ കൈവിട്ടാലും, ആരൊക്കെ ഉപേക്ഷിച്ചാലും, ആരൊക്കെ കൂടെ നിന്നില്ലെങ്കിലും കൂടെ നിൽക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. അവൻ്റെ പേര് ഇമ്മാനുവേൽ എന്ന. ഇതാ ഞാൻ ലോക അവസാനത്തോളം നിന്നോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്ത ദൈവം നമ്മെ ഒരു നാളും കൈവിടത്തില്ല, ഒരു നാളും അനാഥരായി തള്ളിക്കളയത്തില്ല. നാം സഹായത്തിന് വേണ്ടി പലരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഹല്ലേലൂയ പലരും പറയും സഹായിക്കാം, തക്ക സമയത്ത് ഇടപെടാം എന്നൊക്കെ പറഞ്ഞാലും ഒരാവശ്യം വരുമ്പോൾ പലരും കൈ മലർത്തി കാണിക്കും. എന്നാൽ നമ്മെ തള്ളിക്കളയാത്ത, നമ്മെ ഉപേക്ഷിക്കാത്ത ഒരു അപ്പൻ നമുക്കുണ്ട്. ഹല്ലേലൂയ. അവൻ്റെ പേര് ഇമ്മാനുവേൽ എന്ന. ഹല്ലേലൂയ. ലോക അവസാനത്തോളം കൂടെ നിൽക്കുന്ന, വലതുകരത്തെ നമ്മെ പിടിച്ച് നമ്മെ നടത്തുന്ന ഒരു അപ്പൻ നമുക്കുണ്ട്. തള്ളിക്കളയാത്ത അപ്പൻ, ഉപേക്ഷിക്കാത്ത അപ്പൻ, നമ്മെ നന്നായിട്ട് അറിയുന്ന ഒരു അപ്പൻ. ഹല്ലേലൂയ. ഇതാ ഇവിടെ ഹല്ലേലൂയ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, കർത്താവ് എനിക്ക് തുണ നിന്നു. കർത്താവ് തുണ നിന്നു. കർത്താവ് തുണ നിന്നപ്പോൾ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ അവിടെ അക്കമിട്ട് പറയുന്നു. ഒന്ന്, ഹല്ലേലൂയ തന്നെ ഏൽപ്പിച്ച പ്രസംഗം തന്നെ കൊണ്ട് നിവർത്തിച്ചു. തന്നെ ഏൽപ്പിച്ച വേല എന്താണോ അത് നിവർത്തിപ്പിക്കുവാൻ ദൈവം വിശ്വസ്തനത്രേ. പ്രിയരെ, ഇന്ന് പകൽക്കാലം നമുക്കും ധൈര്യത്തോടെ ഒന്ന് പറയാൻ സാധിക്കുമോ, എന്നെ ഏൽപ്പിച്ച വേല, എന്നെ ഏൽപ്പിച്ച ജോലി, ഉത്തരവാദിത്വം നന്നായി ചെയ്യാൻ എൻ്റെ കർത്താവ് എന്നെ ബലപ്പെടുത്തും. നിങ്ങളെ എവിടെയാണോ ആക്കിയിരിക്കുന്നത് ആ വേല നിങ്ങളെ കൊണ്ട് നിവർത്തിക്കും. നിങ്ങളെ ഏൽപ്പിച്ചെങ്കിൽ പലരും നോക്കി വിചാരിച്ചു കാണും, ഇവനിത് എങ്ങനെയാ ചെയ്യുന്നത്, ഇവൻ തുടങ്ങിയ പ്രവൃത്തി ഇവൻ എങ്ങനെ പൂർത്തീകരിക്കും. ഫിലിപ്പിയ ലേഖനത്തിൽ ഹല്ലേലൂയ നാം ഇപ്രകാരം വായിക്കുന്നു, നിങ്ങളിൽ നല്ല പ്രവൃത്തി തുടങ്ങിയവൻ അത് പൂർത്തീകരിപ്പാൻ വിശ്വസ്തനായ ദൈവമത്രേ. കർത്താവാണോ ഏൽപ്പിച്ചത്? കർത്താവാണോ നിങ്ങളെ ആ നല്ല വേല നിങ്ങളുടെ കരങ്ങളിൽ തന്നത്? നിശ്ചയമായി അത് ചെയ്യുവാൻ, അത് പൂർത്തീകരിപ്പാൻ ദൈവം നിങ്ങളെ ബലപ്പെടുത്തുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം ആ കര ഒന്ന് ഉയർത്തിയിട്ട് പറ, എന്നെ ഏൽപ്പിച്ച വേല ഞാൻ പൂർത്തീകരിക്കും. എന്നെ ഏൽപ്പിച്ച വേല ഞാൻ ഭംഗിയായി ചെയ്യും. എന്നെ ഏൽപ്പിച്ച പ്രസംഗം, എന്നെ ഏൽപ്പിച്ച വേല, എന്നെ ഏൽപ്പിച്ച പഠനം ഞാൻ നിവർത്തിക്കും. അതിന് കർത്താവ് എനിക്ക് തുണയുണ്ട്. കർത്താവ് എൻ്റെ കൂടെയുണ്ട്. കർത്താവ് എന്നെ ഹല്ലേലൂയ കൂടെ നിന്ന് അത് നിവർത്തിക്കുവാൻ ഹല്ലേലൂയ വേണ്ട എല്ലാ ദൈവിക കൃപകളും അവൻ പകരും. 2, ഹല്ലേലൂയ സകല ജാതികളും അത് കേൾക്കും. അങ്ങനെ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ദൈവം നിങ്ങൾക്ക് വേണ്ടി കൂടെ നിന്ന് കഴിയുമ്പോൾ, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ, നിങ്ങളുടെ കൂടെ ചലിക്കുമ്പോൾ, നിങ്ങളിലൂടെ ചെയ്യുന്ന പ്രവൃത്തി സകല പേരും കാണും, സകലരും കാണും. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, എൻ്റെ ശത്രുക്കൾ കാണുക അവൻ എനിക്ക് വിരുന്നൊരുക്കും. സകലരും കാണും ദൈവം തൻ്റെ അഭിഷിക്തരെ എങ്ങനെയാണ് മാനിക്കുന്നതെന്ന്. നിങ്ങൾക്കറിയാമല്ലോ, വേദപുസ്തകത്തിൽ മൊർദെഖായിയുടെ ചരിത്രം. മൊർദെഖായിയെ ദൈവം മാനിച്ചപ്പോൾ സമൂഹത്തിൻ്റെ നടുവിലൂടെ ഹല്ലേലൂയ അവനെ വിളിച്ചു പറഞ്ഞ്, അവനെ നടത്തിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു, ഇതാ രാജാവ് മാനിക്കുന്നവനെ ഇങ്ങനെ മാനിക്കും. രാജാവ് ഒരാളെ മാനിക്കണമെങ്കിൽ ഇത് ഇങ്ങനെയാണ് മാനിക്കുന്നതെന്ന് സകല ജാതികൾ
ജാതികളും കണ്ടു. അതുപോലെ പ്രിയരെ, ഇന്ന് പകൽക്കാലം കർത്താവ് തുണ നിന്നാൽ നിങ്ങളെ കൊണ്ട് നിവർത്തിക്കുക മാത്രമല്ല, നിങ്ങളെ കൊണ്ട് ഏൽപ്പിച്ച വേല ഭംഗിയായി ചെയ്യുക മാത്രമല്ല, സകലരുടെ മുമ്പാകെയും അതൊരു കീർത്തിക്കും അല്ലെങ്കിൽ പ്രശംസയ്ക്കും കാരണമായി തീരും. ഇതാ മൂന്നാമതായി പറയുന്നു, നിങ്ങളെ ഏൽപ്പിച്ച വേല ചെയ്യാനുള്ള ശക്തി ദൈവം നിങ്ങൾക്ക് തരും. ഒരു പക്ഷേ പലരും പറഞ്ഞു കാണും, ഇവനെ കൊണ്ട് ഇത് പറ്റത്തില്ല, ഇവരതിനുള്ള വിദ്യാഭ്യാസമില്ല, ഇവൻ്റെ ഭാഷ ശരിയല്ല, ഇവൻ്റെ അല്ലെങ്കിൽ കഴിവ് അത്രത്തോളം പോരാ എന്നൊക്കെ ലോകം പറഞ്ഞാലും ഏൽപ്പിച്ചത് ദൈവമാണോ? അത് ചെയ്യാനുള്ള കഴിവ് ദൈവം തരും. ഹല്ലേലൂയ. പ്രവാചകനായ യെശയ്യാവ് പറയുന്നു, അവൻ എൻ്റെ നാവിനെ വാളുപോലെ മൂർച്ചയാക്കി മിനുക്കി അമ്പാക്കി. ഹല്ലേലൂയ. അവൻ വേണ്ട ട്രെയിനിങ് കർത്താവ് തരും. ഹല്ലേലൂയ. യെശയ്യാവിൽ തന്നെ നാം വായിക്കുന്നു, ശുഭകരമായി പ്രവർത്തിപ്പാൻ നിന്റെ കരങ്ങളെ അവൻ അഭ്യസിപ്പിക്കും. ഇന്ന് പകൽക്കാലം ശക്തി ദൈവം തരും, ബലം ദൈവം നിങ്ങൾക്ക് തരും. ഇതാ അവസാനം പറയുന്നു, ഹല്ലേലൂയ, ഒടുവിൽ അവൻ സിംഹത്തിൻ്റെ വായിൽ നിന്ന് പോലും എന്നെ രക്ഷിച്ചു. പ്രിയരെ, എതിര് നിൽക്കുന്നവരുടെ കയ്യിൽ നിന്ന്, എതിര് നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്ന്, എതിര് പറയുന്ന കൂട്ടുകാരുടെ കയ്യിൽ നിന്ന് ദൈവം നിങ്ങളെ വിടുവിക്കും. ഒരു അന്ധകാര ശക്തിയും നിങ്ങളെ വിഴുങ്ങുവാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല. നിങ്ങൾക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന സകല ശത്രുക്കളുടെയും മുമ്പാകെ ദൈവം നിങ്ങളെ വിടുവിച്ച് മാനിക്കും. ഇന്ന് പകൽക്കാലം നമുക്ക് ധൈര്യത്തോടെ പറയാം, കർത്താവ് എനിക്ക് തുണയുണ്ട്, കർത്താവ് എനിക്ക് തുണയുണ്ട്. കർത്താവേ, മനുഷ്യരുടെ തുണയല്ല എനിക്ക് വേണ്ടത്, മനുഷ്യരുടെ സഹായമല്ല എനിക്ക് വേണ്ടത്. അപ്പാ, ഐ നീഡ് യു. കർത്താവേ, എനിക്ക് നിന്നെയാ വേണ്ടത്. അങ്ങനെ നിങ്ങൾ പറയുമോ? ഈ ദൈവം വിശ്വസ്തനാ, ഈ ദൈവം മാറാത്ത ദൈവമാ. ഇന്ന് പകൽക്കാലം ഇതൊന്ന് വായിൽ നിന്ന് ഉരുവിട്ട് പറഞ്ഞാട്ട്, കർത്താവ് എനിക്ക് തുണയുണ്ട്, കർത്താവ് തുണയുണ്ട്. നിങ്ങൾ പോകുന്ന വഴിയിൽ, നിങ്ങൾ വരുന്ന വഴിയിൽ ഇന്ന് പകൽക്കാലം അങ്ങനെ തന്നെ പറ, കർത്താവ് ഈ 4 കാര്യങ്ങൾ തന്ന് ദൈവം നിങ്ങളെ മാനിക്കും. അവൻ വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ, നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.